പണം മോഷ്ടിച്ചെന്നാരോപിച്ച് കൊല്ലത്ത് 6ാം ക്ലാസ്സുകാരനോട് ക്രൂരത. ചിൽഡ്രൻസ് ഹോമിൽ കുട്ടിയെ തലകീഴായി കെട്ടിത്തൂക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. കൊല്ലം പുല്ലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ എന്ന ചിൽഡ്രൻസ് ഹോമിലാണ് സംഭവം. സംഭവത്തിൽ വാർഡനെയും സായയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മകനെ കാലിൽ കയർ കെട്ടി ഫാനിന്റെ ഹുക്കിൽ തൂക്കിയിട്ടെന്നും മകന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും പിതാവ് ആരോപിച്ചു. പരാതിയിൽ പറയുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് സ്ഥാപനം നടത്തിപ്പുകാരന്റെ വിശദീകരണം. വിഷമിച്ചിരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, ചാച്ചാ ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു, അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി, അത് എൻ്റെ ഇളയ മോനെ എടുത്തത്, ക്ലീറ്റസ് എന്നായിരുന്നു അവൻ്റെ പേര്, അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടിട്ട് നേരെ കുഞ്ഞിനെ താഴത്തിട്ടു. പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. നേരത്തെ ഇവരെ രണ്ടുപേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾക്ക് കാലെ പിടിക്കും എടുത്ത് എറിയുക, അതൊന്നും ഇവർ പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. സംഭവം ചെയ്തിട്ടും ഈ പുള്ളി പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് നിന്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിന്റെ അച്ഛനും അമ്മേനും എന്നെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരത്തില്ല, ഇതിന്റെ ബാക്കി എന്താ ഞാൻ തരാമെന്നാ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അവന്റെ ചെവിക്കല്ലിന് അടിച്ചായിരുന്നു. എന്റെ നിവൃത്തിയുടെ കൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത്. എന്റെ വൈഫ് 4 വർഷം കൊണ്ട് വയ്യാതെ കിടപ്പാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ സാർ അന്ന് ചെവിക്കല്ലിന് അടിച്ചത്. ഇപ്പോൾ ചെയ്ത പുള്ളിയുടെ പേര് ലിജു, അവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷനപ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജായിരുന്നു. 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടെ നിന്ന് പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്റും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്, അതുകൊണ്ടൊരു 10-15 ദിവസം കൂടെ അവിടെ താമസിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞ് ഇവൻ താമസിക്കുക. അപ്പം ഇവൻ്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്. സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. അന്ന് വൈകിട്ട് കുട്ടികളെ അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൻ വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോഴേ അപ്പം വന്നു. അപ്പൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടി തൂക്കിയൊന്നുമില്ല. ഇങ്ങനെ ഇവൻ വിരട്ടി അവിടെ നിൽക്കുന്നുള്ള പിള്ളേരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ട് പിള്ളേർ പേടിക്കത്തക്ക നല്ലത്. പിള്ളേർക്കൊരു ഭയം ഉണ്ടായി, അതാണ് അപ്പനോട് റിപ്പോർട്ട് ചെയ്തത്. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചേരുന്നു. ലിജോ, എന്താണ് ഉണ്ടായത്? അജിംസ്, ഏപ്രിൽ 30-നാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ വെട്ടിത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം, അതായത് പാവപ്പെട്ട കുട്ടികൾ അവിടെ താമസിക്കുകയും ഒപ്പം തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ പേരെന്ന് പറയുന്നത് ലിവിംഗ് വാട്ടർ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ സ്ഥാപനത്തോടൊപ്പം തന്നെ മറ്റ് പല സ്ഥാപനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ നടത്തിപ്പുകാരാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, അത് സമാനമായ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. ഈ കുട്ടിയും സഹോദരനും അവിടെ നിന്നാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സുകാരനാണ്, 12 വയസ്സുകാരൻ. ആ കുട്ടി 500 രൂപ അവിടുത്തെ പാചകം ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അത് ഈ കുട്ടിയാണ് എടുത്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒരു കാലിൽ കയറ് കെട്ടി ഇത്തരത്തിൽ ഫാനിൽ തൂക്കി എന്നുള്ളതാണ് പരാതിയെ പറയുന്നത്. അതിൽ പകുതി കാര്യങ്ങൾ എന്തായാലും നടത്തിപ്പുകാരൻ ഉൾപ്പെടെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കയർ കെട്ടാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഈ കുട്ടിയുടെ പിതാവ് വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ്, വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ പറയുന്നത്. കാര്യം സ്ഥാപനത്തിൽ വച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞു. പിന്നാലെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതി അന്വേഷിച്ച പ്രാഥമികമായി അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടും BNS-ലെ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ സ്ഥാപനത്തിലെ 2 പേർക്കെതിരെ, അതായത് കുക്കിനും ഒപ്പം തന്നെ വാർഡനുമെതിരെ കേസെടുക്കുകയും 2 പേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇത്തരത്തിൽ ഇവർ അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ ഭാര്യ 4 വർഷമായി കിടപ്പ് രോഗിയാണ്. 2 വർഷമായിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ആ സ്ഥാപനത്തിൽ പഠിക്കുകയും ചെയ്യുന്നത്. ഇതിനു മുൻപും പല പരാതികളുമൊക്കെ ഉയർത്തുമ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെട്ട് വിട്ടു എന്നുള്ളതാണ് എന്തായാലും അറിയിച്ചിരിക്കുന്ന കാര്യം. ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പരിശോധനകൾ ഉൾപ്പെടെ കർശനമാക്കാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അജിം.